വെൽക്കം ടു കെമിസ്ട്രി ക്ലാസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തെർമോഡൈനാമിക്സിലെ ഡിഫറെൻറ്റ് ടേംസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇൻറ്റേർണൽ എനർജി, എൻതാൽപ്പി, അതുപോലെ തന്നെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഒരു ചോദ്യം നോക്കൂ. എക്സ്പ്രസ് ദ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഓഫ് എ സിസ്റ്റം വെൻ. അതിൽ 2-3 സബ് ക്വസ്റ്റ്യൻസ് ആണ്. ഇൻറ്റേർണൽ എനർജി, ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി, ഒരു സിസ്റ്റത്തിൻ്റെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എക്സ്പ്രസ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വെൻ നോ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം ഫ്രം ദി സറൗണ്ടിങ്സ് ബട്ട് വർക്ക് ഈസ് ഡൺ ഓൺ ദി സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ആ റിലേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഓഫ് എ സിസ്റ്റം എക്സ്പ്രസ് ചെയ്യുന്ന ഇക്വേഷൻ നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ അറിയാം അല്ലേ. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q plus W. Delta U is equal to Q plus W. ഇനി ഇതിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? നോ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം. ദറ്റ് മീൻസ് Q ഈസ് ഈക്വൽ ടു 0 അല്ലേ. Q 0 ആയിരിക്കും ഇവിടെ. Q ഈസ് ഈക്വൽ ടു 0 ബട്ട് വർക്ക് ഈസ് ഡൺ ഓൺ ദി സിസ്റ്റം. വർക്ക് ഈസ് ഡൺ ഓൺ ദി സിസ്റ്റം എന്ന് പറഞ്ഞാൽ W എന്തായിരിക്കും? ഇവിടെ പോസിറ്റീവ് ആയിരിക്കും അല്ലേ. W ഈസ് പോസിറ്റീവ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q0 ആണ് അല്ലേ. 0 പ്ലസ് W എന്ന് എഴുതാം ആണല്ലോ. 0 പ്ലസ് W. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് എഴുതാം? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു W എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അതാണ് അവിടുത്തെ റിലേഷൻ. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു W. ഇനി അതിലൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. വാട്ട് ടൈപ്പ് ഓഫ് വാൾ ഡസ് ദ സിസ്റ്റം ഹാവ്? വാട്ട് ടൈപ്പ് ഓഫ് വാൾ ഡസ് ദി സിസ്റ്റം ഹാവ്? നമുക്കറിയാം, ഹീറ്റ് നോ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാത്തൊരു സിസ്റ്റത്തിന് നമ്മൾ എന്താ പറയുക? നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് അഡയബാറ്റിക് അല്ലേ. അഡയബാറ്റിക് ആണ്. അപ്പോൾ ഇതിൻ്റെ വാൾ എന്ന് പറഞ്ഞാൽ അഡയബാറ്റിക് വാളായിരിക്കും. ഓക്കെ, അഡയബാറ്റിക്. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി അതിൽ നിന്ന് രണ്ടാമത്തത്, ഇവിടെയും ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജീൻ്റെ ഇക്വേഷൻ എക്സ്പ്രസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് കണ്ടീഷൻ? നോ വർക്ക് ഈസ് ഡൺ ഓൺ ദി സിസ്റ്റം. അപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, അപ്പോൾ വർക്ക് എന്താണ് ഇവിടെ? 0 ആണ്. അപ്പോൾ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q പ്ലസ് W. ഈ ഇക്വേഷനിൽ തന്നെ വർക്ക് എന്താണെന്ന് പറഞ്ഞത്? നോ വർക്ക് ഈസ് ഡൺ ഓൺ ദി സിസ്റ്റം അല്ലേ. ദറ്റ് മീൻസ് W ഈസ് 0. ആൻഡ് Q എന്താ പറഞ്ഞിട്ടുള്ളത്? Q എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ടേക്കൺ ഔട്ട് ഫ്രം ദി സിസ്റ്റം ടു ദ സറൗണ്ടിങ് അല്ലേ. സറൗണ്ടിങ്ങിലേക്ക് സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ Q എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് സൈനാണ് അല്ലേ. Q ഈസ് നെഗറ്റീവ്. അപ്പോൾ എന്താ വരിക? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു -Q പ്ലസ് 0 എന്ന് വരും അല്ലേ. W വർക്ക് 0 ആണല്ലോ. അല്ലെങ്കിൽ നമുക്ക് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു -Q എന്ന് പറയാം. ഇനി അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ടൈപ്പ് ഓഫ് വാൾ ഡസ് ദ സിസ്റ്റം ഹാവ്? ഇങ്ങനെയുള്ള വാളിന് നമ്മളത് ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ട് ഇവിടെ അല്ലേ. Q എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ടേക്കൺ ഔട്ട് ഫ്രം ദി സിസ്റ്റം എന്നല്ലേ പറഞ്ഞു. ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള വാളിന് നമ്മൾ തെർമലി കണ്ടക്റ്റിംഗ് വാൾ എന്ന് പറയും. തെർമലി കണ്ടക്റ്റിംഗ് വാൾ ആയിരിക്കും അങ്ങനെയുള്ളതിൻ്റെ വാൾ, തെർമലി കണ്ടക്റ്റിംഗ് വാൾ. ഇനി അതിൽ മൂന്നാമത്തത്, W എമൗണ്ട് ഓഫ് വർക്ക് ഈസ് ഡൺ ബൈ ദി സിസ്റ്റം. അപ്പോൾ വർക്ക് ഈസ് ഡൺ ബൈ ദി സിസ്റ്റം, ദാറ്റ് മീൻസ് W ഈസ് നെഗറ്റീവ് അല്ലേ. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q പ്ലസ് W. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അതിൽ W എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. വർക്ക് ഈസ് ഡൺ ബൈ ദി സിസ്റ്റം അല്ലേ. ആൻഡ് Q എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് സപ്ലൈഡ് ടു ദ സിസ്റ്റം. Q എമൗണ്ട് ഓഫ് ഹീറ്റ് സിസ്റ്റത്തിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ Q ഈസ് പോസിറ്റീവ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇക്വേഷൻ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q മൈനസ് W എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റത്തിൻ്റെ വാട്ട് ടൈപ്പ് ഓഫ് സിസ്റ്റം വുഡ് ഇറ്റ് ബി? അപ്പോൾ ആ സിസ്റ്റം, അങ്ങനെയുള്ള സിസ്റ്റം എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് ഇവിടെ? വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം ആൻഡ് ഹീറ്റ് ഈസ് സപ്ലൈ ടു സിസ്റ്റം അല്ലേ. സിസ്റ്റത്തിലേക്ക് ഹീറ്റ് സപ്ലൈ ചെയ്യണം. അങ്ങനെയുള്ള സിസ്റ്റം എന്തായിരിക്കും? ക്ലോസ്ഡ് സിസ്റ്റം. ക്ലോസ്ഡ് സിസ്റ്റം. ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ട്, പക്ഷേ മാറ്ററിനെ പറ്റി ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്, പക്ഷേ മാറ്ററിനെ പറ്റി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്ന ആ സിസ്റ്റത്തിന് നമ്മൾ എന്ത് പറയാം? ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നു.
അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സൈൻ കൺവെൻഷൻ മനസ്സിലാക്കാൻ പറ്റും. ഒരു ക്യൂ അതുപോലെ തന്നെ ഡബ്ല്യു ഒക്കെ വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം അല്ലെങ്കിൽ വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം, ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് അല്ലെങ്കിൽ ഹീറ്റ് ഈസ് ഇവോൾവ്ഡ്, അങ്ങനെയുള്ളതിനനുസരിച്ച് നമ്മുടെ ആ സൈൻ അനുസരിച്ച് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ സിസ്റ്റം അബ്സോർബ്ഡ് 800 കിലോജൂൾ ഓഫ് ഹീറ്റ് ആൻഡ് ഡസ് എ വർക്ക് ഓഫ് 250 കിലോജൂൾ. കാൽക്കുലേറ്റ് ദ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? സിസ്റ്റം അബ്സോർബ്ഡ് 800 കിലോജൂൾ ഓഫ് ഹീറ്റ്, അങ്ങനെയാണെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്ലസ് 800 കിലോജൂൾ ആണല്ലോ. ആൻഡ് ഡസ് എ വർക്ക് ഓഫ്, സിസ്റ്റം വർക്ക് ചെയ്യുന്നു എന്നുള്ള പോലെയാണ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഈസ് മൈനസ് അല്ലേ, മൈനസ് 250 കിലോജൂൾ ആയിരിക്കും, മൈനസ് 250 കിലോജൂൾ. ഇനി എന്താ ക്വസ്റ്റ്യൻ? കാൽക്കുലേറ്റ് ദ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. അപ്പോൾ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ മൈനസ് ഡബ്ല്യു എന്ന് വരും. ദറ്റ് മീൻസ് 800 മൈനസ് 250 കിലോജൂൾ, ദാറ്റ് ഈസ് 550 കിലോജൂൾ എന്ന് വരും ഡെൽറ്റ യു. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെയുള്ള ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. ഇനി ഞാനൊരു റിലേഷൻ പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ നോട്ട് എഴുതിയത് തന്നെയാണ്, എന്നാലും ഞാനൊന്ന് പറയാം. നമുക്കറിയാം എച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? യു പ്ലസ് പി വി ആണ് അല്ലേ. എച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് പി വി, ദാറ്റ് ഈസ് എൻതാൽപ്പി ഈസ് ഈക്വൽ ടു യു പ്ലസ് പി വി, ഇൻറ്റേർണൽ എനർജി പ്ലസ് പ്രഷർ വോളിയം വർക്ക് ആണല്ലോ. ഇനി ഇതിൽ നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് നമുക്കറിയാം ഇൻറ്റേർണൽ എനർജി അതുപോലെ തന്നെ എൻതാൽപ്പി അതുപോലെ തന്നെ ഇൻറ്റേർണൽ എനർജീൻ്റെ ഒന്നും കറക്റ്റ് വാല്യൂ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല അല്ലേ. ആ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി അല്ലെങ്കിൽ ചേഞ്ച് ഇൻ എൻതാൽപ്പിയെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദിസ് കനോട്ട് ബി ഡിറ്റർമൈൻഡ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് സാധാരണ യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് യൂസബിൾ ആയിട്ടുള്ള ഇക്വേഷനാക്കി ഇതിനെ മാറ്റണം. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഇപ്പോൾ H2 ഈസ് ഈക്വൽ ടു U2 പ്ലസ് PV2 എന്ന് പറയാം അല്ലേ. കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ് നമ്മൾ എൻതാൽപ്പി പറയാം. അപ്പോൾ P ഈസ് കോൺസ്റ്റൻറ്റ്, അപ്പോൾ H2 ഈക്വൽ ടു U2 പ്ലസ് PV2. അതേപോലെ തന്നെ H1 എന്ത് പറയാം? H1 ഈസ് ഈക്വൽ ടു U1 പ്ലസ് PV1 എന്ന് പറയാം. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ 2 ആണെങ്കിൽ 1 മൈനസ് 2 നമുക്ക് എന്ത് എഴുതാം? H2 മൈനസ് H1 ഈസ് ഈക്വൽ ടു U2 മൈനസ് U1 പ്ലസ് P ഇൻറ്റു V2 മൈനസ് V1 എന്ന് എഴുതാം. ഓക്കെ, എന്ന് പറഞ്ഞാൽ H2 മൈനസ് H1 ഫൈനൽ എൻതാൽപ്പി മൈനസ് ഇനീഷ്യൽ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് എന്ന് എഴുതാം. നമുക്ക് ചേഞ്ച് ഇൻ എൻതാൽപ്പി നമുക്ക് ഡെൽറ്റ ആയിട്ടല്ലേ നമ്മൾ കാണിക്കുക. ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് P ഡെൽറ്റ വി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് യൂസബിൾ ആയിട്ടുള്ള ഇക്വേഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിന് നമ്മൾ ചേഞ്ച് ഇൻ ഫോമിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഇനി ഇഫ് ദ റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ് ആർ ഇൻ സോളിഡ് ഓർ ലിക്വിഡ് സ്റ്റേറ്റ്, റിയാക്റ്റൻസും പ്രോഡക്ട്സും ഒരു റിയാക്ഷനിൽ റിയാക്റ്റൻസും പ്രോഡക്ട്സും ലിക്വിഡ് അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിലാണെങ്കിൽ ദർ ഈസ് നോ ചേഞ്ച് ഇൻ വോള്യൂം അല്ലെങ്കിൽ വോള്യൂം ഈസ് കോൺസ്റ്റൻറ്റ് എന്ന് പറയാം. വോള്യൂം കോൺസ്റ്റൻ്റ് ആവുക, ഇക്വേഷനിൽ വോള്യൂം കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ദിസ് ടേം ഈസ് 0 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു എന്ന് പറയാം അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ക്യൂ പി ആണ് അല്ലേ. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ വി ആണ്. ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഈ റിലേഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ക്യൂ പി അതുപോലെ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ വി. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിന് എന്ത് എഴുതാം? ക്യൂ പി ഈസ് ഈക്വൽ ടു ക്യൂ വി ഇങ്ങനെ എഴുതാം അല്ലേ. ഓർ ദിസ് അല്ലേ, ഏത് ഫോമിലും എഴുതാം. അപ്പോൾ സോളിഡ് ഓർ ലിക്വിഡ് സ്റ്റേറ്റ് ആണ് റിയാക്റ്റൻസ് പ്രോഡക്ട്സ് എങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഡെൽറ്റ എച്ച് ഈക്വൽ ഡെൽറ്റ യു അല്ലെങ്കിൽ ക്യൂ പി ഈസ് ഈക്വൽ ക്യൂ വി. അന്ന് വരാൻ കാരണം എന്താ? ഡെൽറ്റ വി അവിടെ 0 ആയിരിക്കും അല്ലെങ്കിൽ വോള്യൂം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ടേം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇത് ഈക്വൽ ടു ഇതെന്ന് പറയാം. പക്ഷേ ഓൺ ദ അതർ ഹാൻഡ് ഇൻ ദ കേസ് ഓഫ് ഗ്യാഷ്യസ് റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ്, റിയാക്റ്റൻസും പ്രോഡക്ട്സും ഗ്യാഷ്യസ് കണ്ടീഷനിലാണെങ്കിൽ ഗ്യാസസ് ആണെങ്കിൽ നമുക്കിവിടെ വോള്യൂം കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാൻ കഴിയില്ല.
ഓക്കെ, ഗ്യാസിൻ്റെ കേസിൽ വോള്യൂം ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ N2 + 3H2 ഗീവ്സ് 2NH3. ഇതൊരു റിയാക്ഷനാണ്, ഇതിലെല്ലാം ഗ്യാസസ് ആണ് അല്ലേ. ഈ റിയാക്ഷനിൽ വോള്യൂം നോക്കൂ, റിയാക്ടൻസിൻ്റെ വോള്യൂം 3 + 1 4, പ്രോഡക്റ്റിൻ്റെ വോള്യൂം 2 ആണ് അല്ലേ. അപ്പോൾ ദർ വിൽ ബി എ വോള്യൂം ചേഞ്ച്, അല്ലെങ്കിൽ വോള്യൂം കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഗ്യാസസിൻ്റെ കേസിൽ ഇവിടെ ΔH = ΔU + P∆V തന്നെയാണ് വരിക, അല്ലെങ്കിൽ ഇവിടെ കോൺസ്റ്റൻ്റ്, അല്ലെങ്കിൽ ഇത് ഈക്വൽ ടു 0 ആവില്ല. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇതിൽ നമുക്കറിയാം P ഇക്വേഷനിൽ ΔH = ΔU + P∆V. ഇതിൽ ഡെൽറ്റ നമുക്കറിയാം PV = ഫ്രം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV = nRT, അല്ലെങ്കിൽ P∆V = നമുക്ക് ΔnRT എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ P∆Vക്ക് നമുക്ക് ഇവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് എഴുതാം, ΔH = ΔU + ΔnRT എന്ന് എഴുതാം. P∆Vക്ക് പകരം എന്തെഴുതാം, ΔnRT. അപ്പോൾ ഗ്യാസസിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്, ഇതാണ് യൂസ് ചെയ്യുക. ΔH = ΔU + ΔnRT. അപ്പോൾ കുറേ റിലേഷൻസ് ഇങ്ങനെ പറയുകയാണ് നമ്മൾ. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. H = U + PV, ΔH = QP ആണ്, ΔU = QV ആണ്, ΔH = ΔU + P∆V ആണ്, അല്ലെങ്കിൽ ഗ്യാസസിൻ്റെ കേസിൽ ΔH = ΔU + ΔnRT. ദിസ് ഈസ് സിമിലർ ടു ദിസ് ഇൻ ദി കേസ് ഓഫ് ഗ്യാസസ്. അപ്പോൾ അതാണ് ഇക്വേഷൻസൊക്കെ ഓർത്ത് വെക്കുക. ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. ഇപ്പോൾ ഈ പ്രോബ്ലം നോക്കൂ. ദ എൻതാൽപ്പി ചേഞ്ച് for the reaction N2 + 3H2 gives 2NH3 is -92.38 kJ at 298 Kelvin. What is ΔU at 298 Kelvin? ഇപ്പോൾ നമ്മൾ പറഞ്ഞ ജസ്റ്റ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഇക്വേഷൻ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലമാണിത്. അപ്പം ഗ്യാസ് എല്ലാം ഗ്യാസസ് റിയാക്ടൻസ് ആൻഡ് ഗ്യാസ് പ്രോഡക്റ്റ് ആണ് അല്ലേ. N2 + 3H2 gives 2NH3. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഏതാണ്, ΔH = എൻതാൽപ്പി ചേഞ്ച് അല്ലേ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടില്ലേ. ΔH = ΔU + ΔN. ഗ്യാസസിൻ്റെ കേസിൽ നമ്മൾ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുക, ΔnRT. അപ്പോൾ ഇതിൽ ΔN എന്താ വരിക, ΔN = നോക്കൂ, പ്രോഡക്ട്സ് മൈനസ് റിയാക്ടൻസ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ്, ദാറ്റ് ഈസ് 2 - 4 എന്ന് വരും, ദാറ്റ് ഈസ് -2 എന്ന് വരും. ΔN = -2. ഇനി ΔU എന്താണ് നമുക്ക് തന്നിട്ടുണ്ടാകും, എൻതാൽപ്പി ചേഞ്ച് ഫോർ ദ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എൻതാൽപ്പി ചേഞ്ച് ΔH ആണ് ΔU ആണ് കാണേണ്ടത് അല്ലേ. എൻതാൽപ്പി ചേഞ്ച് ΔH = ΔU + ΔnRT ആണല്ലോ. അപ്പോൾ ΔU = ΔH നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ΔU = ΔH - ΔnRT എന്ന് എഴുതണം. ഓക്കെ, ഇനി ΔH നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്, -92. ΔH = -92.38 kJ. അപ്പോൾ ഇതിനെ ജൂളിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, -92380 ജൂൾ എന്ന് വരും, -92380 ജൂൾ അല്ലേ. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, -92380 ഇനി ΔN നമുക്ക് എത്രയാണ്, -2 ആണ് അല്ലേ. -2 ഇൻറ്റു R വാല്യൂ, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് നിങ്ങൾക്കറിയാം 8.314, ഇൻറ്റു ടെമ്പറേച്ചർ എത്രയാണ്, 298 Kelvin അല്ലേ. അപ്പോൾ നമുക്ക് -92380 മൈനസ് ഓഫ് മൈനസ് പ്ലസ് വരും. ഇതൊക്കെ കൂടി ചെയ്യുമ്പോൾ നമുക്ക് 4955.144 എന്ന് വരും, ഈക്വൽ ടു -87. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ, 87424.856 ജൂൾ എന്ന് വരും. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, -87.42 kJ എന്ന് എഴുതാം, -87.42 kJ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ കുറേ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ഞാൻ നോട്ടിലും കുറച്ച് പ്രോബ്ലംസ് തരും, പിന്നെ നിങ്ങൾ ടെക്സ്റ്റിലും നോക്കിക്കോളാം. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഹീറ്റ് കപ്പാസിറ്റി. മറ്റൊരു ടേമാണ് ഹീറ്റ് കപ്പാസിറ്റി.
അപ്പോൾ നമ്മളൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ ആ ഹീറ്റ് ആ സിസ്റ്റത്തിൽ എന്തിനുപയോഗിച്ചു എന്നുള്ളത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ ആയിരിക്കും അല്ലേ. ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ടെമ്പറേച്ചറിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുന്നതാണ് നമുക്ക് പ്രകടമായിട്ടുള്ളൊരു ചേഞ്ച് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ദറ്റ് ക്യൂ അല്ലെങ്കിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയാം. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റുമ്പോൾ നമുക്കൊരു കോൺസ്റ്റൻറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. ക്യൂ ഈസ് ഈക്വൽ ടു സി, എ കോൺസ്റ്റൻറ്റ് സി ഇൻറ്റു ഡെൽറ്റ ടി, ആൻഡ് ദിസ് കോൺസ്റ്റൻറ്റ് സി ഈസ് നോൺ ആസ് ഹീറ്റ് കപ്പാസിറ്റി. And this constant C is known as heat capacity. And this is an extensive property, that means it depends upon the quantity of matter. ഈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദിസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഈക്വൽ ടു 1 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ക്യൂ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, സി ആയിരിക്കും അല്ലേ. ക്യൂ ഈസ് ഈക്വൽ ടു സി, ദാറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ബൈ 1 ഡിഗ്രി സെൽഷ്യസ് ഓർ 1 കെൽവിൻ അല്ലേ. അപ്പോൾ അതാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാം. അപ്പോൾ എന്താണ് ഹീറ്റ് കപ്പാസിറ്റി? ഹീറ്റ് കപ്പാസിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു ഇൻക്രീസ് എ ടെമ്പറേച്ചർ അറ്റ് ഓർ ത്രൂ 1 ഡിഗ്രി സെൽഷ്യസ് ഓർ 1 കെൽവിൻ. ഓക്കെ, ഇനി ദിസ് സി അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി സി ഈസ് ഈക്വൽ ടു നമുക്ക് എം സി എന്ന് എഴുതാം. എം സി എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് സ്മോൾ ലെറ്റർ സി, ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ സി. എം സി എന്ന് എഴുതാം. ദറ്റ് മീൻസ് എം ഈസ് ദ ഗിവൺ മാസ്, എം ഈസ് ദ ഗിവൺ മാസ് ആൻഡ് ദിസ് സി ഈസ് നോൺ ആസ് ദ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അതായത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ എമൗണ്ട് ഓഫ് ഹീറ്റ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ടു 1 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്യൂ ഈസ് ഈക്വൽ ടു സി ഡെൽറ്റ ടി എന്ന് നമ്മൾ എഴുതിയല്ലോ. ക്യൂ ഈസ് ഈക്വൽ ടു സി ഡെൽറ്റ ടി. അപ്പോൾ ഈ സി ഹീറ്റ് കപ്പാസിറ്റി സി പകരം നമ്മൾ എന്ത് കൊടുക്കാം, എം സി എന്ന് എഴുതാം. ദറ്റ് മീൻസ് ക്യൂ ഈസ് ഈക്വൽ ടു എം സി ഡെൽറ്റ ടി, isn't it? ഇനി ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യത്തിലുള്ള ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ സി പി എന്ന് എഴുതും. ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യം നമ്മൾ എന്തെഴുതും, കോൺസ്റ്റൻറ്റ് വോള്യം സി വി എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്തെഴുതാം, ഇവിടെ ക്യൂ പി എന്ന് കൊടുക്കാം. ക്യൂ പി ഈസ് ഈക്വൽ ടു സി പി ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ, സി പി ഡെൽറ്റ ടി എന്ന് എഴുതാം. അതുപോലെ തന്നെ ക്യൂ വി ഈസ് ഈക്വൽ ടു സി വി ഡെൽറ്റ ടി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ക്യൂ പി ഈസ് ഈക്വൽ ടു സി പി ഡെൽറ്റ ടി, ക്യൂ വി ഈസ് ഈക്വൽ ടു സി വി ഡെൽറ്റ ടി. നമുക്കറിയാം ക്യൂ പി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ ക്യൂ വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു ആണ്. നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. ഇനി നമുക്കറിയാം എൻതാൽപ്പി എച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് പി വി ആണല്ലോ. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാറുണ്ട്, ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഇൻറ്റു പി വി എന്ന് എഴുതാം. ഇനി ഫോർ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്കറിയാം പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി അല്ലേ. ഒരു ഐഡിയൽ ഗ്യാസിന് പി വി ഈസ് ഈക്വൽ ടു എന്താണ്, എൻ ആർ ടി. ഇനി ഇതിൽ എൻ ഈസ് ഈക്വൽ ടു 1 മോളാണ് വിചാരിക്കുക, എൻ ഈസ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ പി വി ഈസ് ഈക്വൽ ടു എന്താണ്, ആർ ടി ആണല്ലോ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ് ഇൻ ദിസ് ഇക്വേഷൻ പി വിക്ക് നമുക്ക് എന്ത് കൊടുക്കാം, ആർ ടി എന്ന് കൊടുക്കാം. അപ്പോൾ എന്തെഴുതാം, ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഇൻറ്റു ആർ ടി. ഓക്കെ, ഇനി ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ക്യൂ പി ഈസ് ഈക്വൽ ടു സി പി ഡെൽറ്റ ടി ആണ്. ക്യൂ പി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെൽറ്റ എച്ച് എന്ന് പറയാം, ഇത് നമുക്കറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എച്ച് ഈക്വൽ ടു സി പി ഡെൽറ്റ ടി എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഡെൽറ്റ എച്ച് നമുക്ക് എന്ത് എഴുതാം, സി പി ഡെൽറ്റ ടി
ഇനി അതുപോലെ തന്നെ ഡെൽറ്റ യുവിന് നമുക്ക് എന്ത് എഴുതാം, ക്യു വി എന്ന് പറഞ്ഞാൽ എന്താണ്, സി വി ഡെൽറ്റ ടി അല്ലേ. അപ്പോൾ സി വി ഡെൽറ്റ ടി പ്ലസ് ഇനി ആർ എന്ന് പറയുന്നത് എന്താണ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, അത് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, അതൊരിക്കലും മാറില്ല. അപ്പോൾ ആറിനെ നമുക്ക് പുറത്തെടുക്കാം, ആർ ഇൻറ്റു ഡെൽറ്റ ടി. ഓക്കെ, അപ്പോൾ എല്ലാ സ്ഥലത്തും ഡെൽറ്റ ടി ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയാം, സി പി ഈസ് ഈക്വൽ ടു സി വി പ്ലസ് ആർ അല്ലേ. സി പി ഈസ് ഈക്വൽ ടു സി വി പ്ലസ് ആർ, അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ആർ. സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ആർ, ദാറ്റ് ഈസ് heat capacity at constant pressure minus heat capacity at constant volume is equal to universal gas constant. അപ്പോൾ അതാണ് ഈ റിലേഷൻ. അപ്പോൾ കുറേ റിലേഷൻസ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡെറിവേഷൻ ഒന്ന് നോക്കി മനസ്സിലാക്കുക. എന്നിട്ട് ഈ ഹീറ്റ് കപ്പാസിറ്റി യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് തമ്മിലുള്ള ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക.